ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും ഡിമോട്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താ വെച്ചാൽ KTMൻ്റെ വണ്ടിക്ക് വരുന്ന ബാക്ക് മഡ് ഫ്ലാപ്പും പിന്നെ RCയുടെ അണ്ടർബെല്ലി പിന്നെ ഡ്യൂക്കിൻ്റെ അണ്ടർബെല്ലി ഇത് മൂന്നും എങ്ങനെ നമുക്ക് MTയിൽ ഫിറ്റ് ചെയ്യാം, എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന്. വെച്ചാൽ RCയുടെ BS4ൻ്റെ 390ൻ്റെ അണ്ടർബെല്ലിയും പിന്നെ ഡ്യൂക്ക് 200ൻ്റെ അണ്ടർബെല്ലി പിന്നെ KTMൻ്റെ ബാക്ക് മഡ് ഫ്ലാപ്പ് ഇത് മൂന്നും മറ്റ് ബൈക്കുകളിൽ എങ്ങനെ വെക്കാമെന്നുള്ള കണ്ടൻറ്റാണ് ഇന്ന്. RCൻ്റെ അണ്ടർബെല്ലി എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനോടെ ടൂൾസ് അതൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എൻ്റെ ഡ്യൂക്കിനത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് KTMൻ്റെ ബാക്ക് മഡ് ഫ്ലാപ്പിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഞാൻ RCൻ്റെത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ അണ്ടർബെല്ലി ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് നമ്മളെ ഹോളില്ലേ, നമ്മൾ സ്റ്റോക്ക് അണ്ടർബെല്ലി വരുന്ന ഹോളിൻ്റെ അവിടെ തന്നെ ക്ലാമ്പ് അടിച്ചിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. നമ്മൾ സ്റ്റോക്ക് ഊരിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനും ഫിറ്റ് ചെയ്യാനും പറ്റും. ഇൻ കേസ് നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് അണ്ടർബെല്ലി ഊരാനുണ്ട്. പക്ഷേ കാരണം നമ്മൾ പണ്ടത്തെ അണ്ടർബെല്ലി സ്റ്റോക്ക് അണ്ടർബെല്ലി എന്ന് വെച്ചാൽ ഇടുത്ത വരെ ഉണ്ടാവുള്ളൂ, ഇത്ര വരെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം വരും അണ്ടർബെല്ലി. കാണാനൊരു നൈസ് ലുക്കാണ്. അധികം വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പിന്നെയാണ് കുറേ ആൾ കമൻറ്റ് ചെയ്ത് ഡ്യൂക്കിൻ്റെ വേണം, RC ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഒരു കണ്ടൻറ്റാക്കി ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് വീഡിയോ. അപ്പോൾ ഞാൻ ചെയ്ത് നിൽക്കണ്ട, ഈ സ്റ്റോക്ക് കണക്ഷനിലാണ് 4 ക്ലാമ്പിലാണ് അണ്ടർബെല്ലി സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ കണക്ക് ശരിക്കും പറഞ്ഞുതരാം, ഏതൊക്കെ ക്ലാമ്പാണ് വേണ്ടതെന്ന്. ഈ ക്ലാമ്പ് വേണ്ട, ഈ ക്ലാമ്പ് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ക്ലാമ്പ്, ഇത്ര ലെങ്ത്തുള്ള ക്ലാമ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ ക്ലാമ്പ് കണ്ട ഇങ്ങനെ വെക്കും, ഫിറ്റ് ചെയ്യും, കണ്ടോ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാമ്പ് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടതെന്ന് വെച്ചാൽ 4 10ൻ്റെ ബോൾട്ട്, നെറ്റും ബോൾട്ടും വേണം. കാരണം ചോദിക്കണ്ട, ഒന്നിക്ക് 4 ബോൾട്ട് പോകാം, അല്ലെങ്കിൽ ലോക്കൽ. ഞാൻ യൂസ് ചെയ്ത് ചെറിയൊരു നല്ല ക്വാളിറ്റി കുറഞ്ഞതാണ്. നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു ക്വാളിറ്റി ചെയ്യാം. കാരണം വെച്ചാൽ കണ്ടോ ഇതുപോലത്തെ ചെയ്യാം, ഇതുപോലത്തെ 4 വേണ്ടു. കാരണം വെച്ചാൽ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു സ്ക്രൂവിൻ്റെ എക്സ്ട്രാ വേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റോക്ക് എല്ലെങ്കിൻ്റെ സ്ക്രൂ ഉണ്ട്, ഇത് വെച്ച് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 4 സ്ക്രൂവിൻ്റെ ആവശ്യം, 4 നെറ്റ് ബോൾട്ടിൻ്റെ ആവശ്യമില്ലു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ 2 ക്ലാമ്പ് വാങ്ങാം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഇപ്പം നോക്കട്ടെ, ഞാൻ ചെയ്ത് നോക്കിയിട്ട് അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ക്ലാമ്പിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഇതാണ് ലെങ്ത്ത്, കാണുന്നുണ്ടോ? ഏകദേശം 8 സെൻറ്റിമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് ക്ലാമ്പിന്. എവിടെ ഹോൾ വരുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ നമ്മൾ അണ്ടർബെല്ലിൻ്റെ നമുക്ക് താഴോട്ടുള്ള ഇത് കൂട്ടാൻ പറ്റും. ഐ മീൻ മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറക്കാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറക്കാന്ന് വെച്ചാൽ ആളുകൾക്ക് എന്തിനു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറക്കുന്നത്. പക്ഷേ ഓരോക്കും ഓരോ താല്പര്യമാണ്. കാരണം ഓരോക്ക് അടി തട്ടി പോകണമെന്നുണ്ടാവും. ജസ്റ്റ് ഓരോളം മൈൻഡ് സെറ്റ് അതല്ലോ. അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ക്ലാമ്പിൻ്റെ ലെങ്ത്ത് കൂട്ടണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴോട്ടുള്ള ലെങ്ത്ത് കൂടുമ്പം ഈ അണ്ടർബെല്ലിൻ്റെ ലെങ്ത്ത് താഴോട്ടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അണ്ടർബെല്ലിൻ്റെ മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. അത് വണ്ടിക്ക് ഒരു ലുക്ക് തരുമെന്ന് ചോദിച്ചാൽ തരുന്നുണ്ട്, ഉള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ റോഡും നമ്മൾ ഹമ്പും എപ്പാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഹൈറ്റിൽ തന്നെ എൻ്റെ വണ്ടീൻ്റെ അടി കുറേ വട്ടം ആറ്റിയിട്ടുണ്ട്, കണ്ടോ കണ്ടോ. അപ്പോൾ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അത്ര തന്നെ. നമ്മളെ വണ്ടി നമ്മളെ അവകാശം, അത്ര തന്നെ. അപ്പോൾ അതാണ് പ്രശ്നം. ഇതാണ് എൻ്റെ ക്ലാമ്പ്, മനസ്സിലായില്ലേ? ക്ലാമ്പ് ഇതാണ്. അപ്പോൾ ഈ ക്ലാമ്പ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഈ ഒരു ക്ലാമ്പ് കൂടി ഞാൻ ഊരിയിട്ട് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ക്ലാമ്പ് കണ്ടോ, ഈ ക്ലാമ്പിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നുമല്ല. ഈ ക്ലാമ്പ് ഏകദേശം ഒരു L ക്ലാമ്പ് പോലെ കണക്കാണ്. കാരണം വെച്ചാൽ ഈ ഒരു ബെൻഡൊന്നും ഇല്ല, ഈ ഒരു ബെൻഡില്ലാതെ സ്ട്രെയിറ്റ് വന്നിട്ട് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ബെൻഡ് വരുന്നത്. ജസ്റ്റ് ഒരു L ഷേപ്പ് പോലെ. ഇതിപ്പം ഇങ്ങനെയല്ലേ, ഇതിപ്പോൾ ഇങ്ങനെയുള്ളത്. അതല്ലാതെ നേരെ വന്നിട്ട് ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം താഴോട്ടേക്ക് 9 വരെയും പിന്നെ ബാക്കി ഒരു 3 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ അളവ്. മനസ്സിലായല്ലോ, ഇതിൻ്റെ ലെങ്ത്ത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ബെൻഡ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് താഴോട്ടേക്ക് ബെൻഡ് ചെയ്യും, മനസ്സിലായോ? പിന്നെ ഇത് ജസ്റ്റ് ഒരു ബെൻഡ് ചെയ്യും. കാരണം ഇതിൻ്റെ ഈ കട്ടിങ് തന്നെ നമ്മൾ ഇടുന്ന ആവശ്യത്തിന് വേണ്ടി ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് എവിടെയാണ് ഇതിനെ ഹോൾ അടിച്ചത് കണ്ടോ, ഈ ഒരു 2 പാനൽ വരും. ഈ പാനലിൻ്റെ ഈ ഒരു സെൻറ്ററിന് കാര്യം കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ആണ് ഞാൻ ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ടുള്ളത്, മനസ്സിലായല്ലോ? അപ്പോൾ അതിനുശേഷം ഈ സാധനത്തിന് ഈ ബെൻഡാക്കിയതുകൊണ്ട് ഇതിങ്ങനെ ഇറങ്ങി നിൽക്കും, കണ്ടോ?
ക്ലാമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം കാണിച്ചിരുന്ന ഈ ക്ലാമ്പ് കണക്കല്ല. ഈ ക്ലാമ്പെല്ലാം കണക്കൊന്നല്ല ഈ ക്ലാമ്പ്. ഇതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള മെറ്റലാണ്. കണ്ടാൽ നിങ്ങൾക്ക് തിക്നെസ് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇത് ബെൻഡ് ചെയ്യാൻ പണിയാണ്. പക്ഷേ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ വേണ്ടിക്കലും യൂസ് ചെയ്യാം. ഒരു കാരണം വെച്ചാൽ ഇത് ബെൻഡ് ആവില്ല, പൊട്ടില്ല. ചിലപ്പോൾ ഇത് പൊട്ടുമായിരിക്കും, പക്ഷേ ഇത് പൊട്ടില്ല. അതുകൊണ്ട് നമുക്കിത് ബെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ബെൻഡ് ചെയ്ത ശേഷം നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിങ്ങനെ ഹോൾ അടിച്ചത് എവിടെ കണ്ടില്ലേ, അതുപോലെ ചെയ്തി ഇതിങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഹോൾ അടിച്ചാൽ കറക്റ്റ് നമുക്ക് ഈ ഹോള് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. ഈ താഴത്തെ ബോൾട്ടിനെടുക്കുക. മുകളിലത്തേത് മറ്റേത് ഈ കണക്ഷൻ പോയി. ഈ ക്ലാമ്പ് വെച്ച് നമ്മൾ മുകളിൽ കൊടുക്കും. ഈ ക്ലാമ്പാണ് ഇവിടെ വരിക. ഈ 4 ക്ലാമ്പ് അടിച്ചാൽ പിന്നെ ഈ അണ്ടർബെല്ലി അനങ്ങില്ല. കാരണം അത്രയും സ്ട്രോങ് ആയി നിൽക്കും. കാരണം സ്റ്റോക്ക് നമ്മൾക്ക് വരുന്ന ക്ലാമ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുറേ ആൾ വെച്ചിട്ട് കാണാം, പക്ഷേ അധികം ആളും വെച്ചിട്ട് കാണാം. പക്ഷേ സ്റ്റോക്ക് ക്ലാമ്പിൽ ആരും വെച്ചിട്ട് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. കാരണം ബാക്കിയുള്ളവരിലൊക്കെ വേറെ എവിടെയൊക്കെ ക്ലാമ്പ് അടിക്കുക. പക്ഷേ ഇത് നമുക്ക് അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് വരണമെങ്കിൽ ഇതിൻ്റെ ക്ലാമ്പ് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ അടിയിലത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞു കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഒരു ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറച്ചൊരു ഹൈറ്റ് പോലെ വരുന്നുണ്ട്, ഏകദേശം ഇതുപോലെ. ഇത്രയില്ലെങ്കിലും ചെറിയൊരു ഹൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റാൻഡ് തട്ടുന്നെടുക്കുക, ഇവിടെ ഒരു പോർഷൻ വരുന്നുണ്ട് കട്ടി, അവിടെ ഒരു തടസ്സം പോലെ വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ. നിങ്ങൾ അഥവാ ഇൻ കേസ് നിങ്ങൾ താഴോട്ടാ വണ്ടീൻ്റെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താഴോട്ടാ വെക്കുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാൻ കുറച്ച് ഹൈറ്റ് കയറ്റി വെച്ചതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്ലാമ്പ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കേസ്. ഞാനിനി ഡ്യൂക്കിൻ്റെ അണ്ടർബെല്ലി എങ്ങനെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത് അതുമായിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അണ്ടർബെല്ലി. ഇതാണ് ഡ്യൂക്ക് 200 അണ്ടർബെല്ലി ആയത്. ഇത് നമ്മളെ മറ്റേ ഇതിനെക്കാട്ടിയും ചെറിയൊരു പൈസ കുറവിൽ ഇത് നമുക്ക് ലഭിക്കും. കടയിൽ നിന്നെല്ലാം കാണാൻ കിട്ടും, ഷോറൂമിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം എടുത്തത് ഇത് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ സെക്കൻഡ്സ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തല്ല. ഞാൻ ഒറിജിനൽ എന്ന് വെച്ചാൽ അവർ അയച്ചതിന് ശേഷം ഞാൻ ഇവിടെ വെച്ച് പൊളിച്ച് നോക്കുമ്പോൾ ഇത് സെക്കൻഡ്സ് ഫുൾ സ്ക്രാച്ചും അടിയിലൊക്കെ സ്ക്രാച്ചെല്ലാം ആയിട്ട് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. വെച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ മിസ്റ്റേക്കാണ്, ഞാൻ ഒന്നിക്ക് നിങ്ങൾക്ക് തിരിച്ചയക്കാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു. റീഫണ്ട് മീൻസ് ഫുൾ എമൗണ്ട് അല്ല, കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് അയച്ചുതരാം, സെക്കൻഡ്സിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിയതാണ് ഞാനിത്. അപ്പോൾ ഇത് മാഷം തിരിച്ചയക്കാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാതെ വെച്ചതാണ്. ശരിക്കും ഇങ്ങനെ കൊടുക്കുക തന്നെ വേണം, കാരണം ഫുൾ സ്ക്രാച്ചൊക്കെയാണ് ഉണ്ടായത്. ഈ ഹോൾ ഞാൻ അടിച്ചതാണ്, പക്ഷേ ബാക്കിയെല്ലാം സ്ക്രാച്ചൊക്കെ ആദ്യം ഉണ്ടായതാണ്. ഈ കണ്ടോ, ഈ സൈഡിലത്തെ സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാം വെക്കണ്ടേ ഞാൻ കാണിച്ചു തരാം. ഇതിന് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോൾ അടിച്ചു. ഇവിടെ ഒരു ഹോൾ അടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് ഇവിടെ നിന്നൊരു ക്ലാമ്പ് ഇട്ടടിച്ച് ഇവിടത്തേക്ക് ഒരു ക്ലാമ്പ് അടിക്കാൻ പറ്റും. പക്ഷെ അതല്ല, ഇൻ കേസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരത്തെ ഒരു തിരക്കിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടോ, ഇവിടെ നിന്നൊരു ക്ലാമ്പ് അടിക്കുക, എന്നുവെച്ചാൽ ഇവിടെ എത്തുമ്പോൾ ഇത് ചെരിച്ചിട്ട് വെക്കുക. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഹോളിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാൻ പെട്ടെന്നുള്ള തിരക്കും പുറത്ത് ഞാൻ ഹോൾ അടിച്ചു പോയി. ഞാൻ ഇപ്പോൾ ഹോൾ അടിച്ചിട്ട് എങ്ങനെയായാലും നിങ്ങൾക്ക് ഇടുന്നില്ല ക്ലാമ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ്. ഇവിടെ ഒരു ക്ലാമ്പ് അടിക്കുക, മനസ്സിലായോ? ഇവിടെ ഒരു ക്ലാമ്പ് അടിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണക്ഷൻ കൊടുക്കുക. സിമ്പിളായിട്ട് ഇടുക. ഇതും ഞാൻ സ്റ്റോക്ക് ക്ലാമ്പ് നമ്മളെ സ്റ്റോക്ക് അണ്ടർബെല്ലിക്ക് വരുന്ന ക്ലാമ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാമ്പ് എന്ന് വെച്ചാൽ അന്ത ടൈമിൽ ഞാൻ വാങ്ങിയതാണ്, മനസ്സിലായോ? പക്ഷേ ക്ലാമ്പെല്ലാം പോലത്തെ വാങ്ങിയാൽ മതി. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ക്ലാമ്പ് വാങ്ങി, ഇത് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എനിക്കൊന്ന് ഈ വണ്ടിക്കായിട്ടുള്ളതല്ല തോന്നുന്നു, എനിക്ക് സംശയം. വീട്ടിലേക്കുള്ള ആവശ്യത്തിന് എന്തോ വേണ്ടതാണ് തോന്നുന്നു. അപ്പോൾ ആ ക്ലാമ്പ് വെച്ച് ഞാൻ എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ച് വാങ്ങിയിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ 2 ഉണ്ടായിന്. ഫസ്റ്റാണ് ഞാൻ ഈ അണ്ടർബെല്ലി വെച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനുശേഷം ഇത് ഊരി വെച്ചപ്പോൾ ഈ ക്ലാമ്പ് മിസ്സായി. ഇപ്പോൾ ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതുണ്ടോ, ഫസ്റ്റ് വെച്ചതിൻ്റെ അടയാളമുണ്ട് ഇവിടെ, ഉണ്ടാ ഇങ്ങനെ വെച്ച് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വേണിക്ക് ഇവിടെ വെക്കുക, ഇവിടെ വേണിക്ക് ഇവിടെ വെക്കുക, ഇവിടെ വേണിക്ക് ഇവിടെ വെക്കുക. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസിലാണ് ഞാൻ ഈ ബോൾട്ട് ഇത് വാങ്ങിയത്, ഈ ക്ലാമ്പ്. കാരണം ഫുൾ ഹോളിലുണ്ട്, നമുക്ക് എവിടെ വേണിക്കും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കൊരു നെറ്റൻ ബോൾട്ട് വേണം. 10ൻ്റെ തന്നെ വാങ്ങിക്കോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ RCൻ്റെ ഇത് കാണിച്ചിരുന്ന നെറ്റൻ ബോൾട്ടാണ്. ഇത് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടോ, ഇതിപ്പം ഈ കളർ ആയതുകൊണ്ടാണ് നമുക്ക് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇത് ബ്ലാക്കാണ്, നമുക്ക് അത്രയും കാണില്ല. ഞാൻ വേണ്ടിക്കിൻ്റെ വിഷ്വൽ ഞാൻ ഫോട്ടോയുടെ സൈഡ് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ വെച്ചുകൊണ്ട് ഇപ്പം എനിക്ക് വെക്കാനുള്ള ഓപ്ഷനും ഇല്ല, കാരണം മറ്റേ ക്ലാമ്പ് കിട്ടാത്തതുകൊണ്ട് വെച്ച് കാണിക്കേണ്ട ഓപ്ഷനില്ല.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ക്ലാമ്പ്. എന്താ ഇങ്ങനെ വെക്കും, ഇങ്ങനെ ഫിറ്റ് ആവും. പിന്നെ ഈ ക്ലാമ്പാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഫിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, പക്ഷേ പ്രശ്നമില്ല. ഞാൻ ഫിറ്റ് ചെയ്ത് തൽക്കാലം കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഇതാണ് ക്ലാമ്പ്, ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഗ്രൗണ്ട് ലെൻസ് കൂട്ടേണ്ടിരിക്കരുത്, നമുക്ക് അടുത്ത ബോൾട്ടിലേക്ക് ഇടാൻ പറ്റും. അതാണ് ഈ ബോൾട്ടിൻ്റെ അല്ല ഈ ഒരു ക്ലാമ്പിൻ്റെ പ്രത്യേകത. അടുത്ത ബോൾട്ടല്ല, അടുത്ത ഹോളിലേക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും അണ്ടർവെല്ലി. ഇതാണ് മറ്റേ ക്ലാമ്പ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണുന്ന വിധത്തിൽ. ഇത് ബ്ലാക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഇത്രയും ശ്രദ്ധിക്കില്ല. ഇതിപ്പോൾ നിങ്ങൾ ഈ കളറായതുകൊണ്ടാണ് നിങ്ങൾക്ക് അണ്ടർവെല്ലിക്കൊരു ഹോൾ അടിച്ച പോലെ തന്നെ മനസ്സിലാകുന്നത്. ഇതിന് മുന്നേ ഞാൻ വെച്ചത് ഏകദേശം ബ്ലാക്ക് ബോൾട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്രത്യേകിച്ച് കാണുന്നില്ല, മനസ്സിലായോ? അപ്പുറത്തെ വശവും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. കാണിച്ചു. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന പ്രശ്നം പറ്റി വെച്ചാൽ ഇതെനിക്ക് ക്ലാമ്പ് ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ഡൗൺ ആവും ക്ലാമ്പ് അടിക്കുമ്പോൾ. ഇത് ക്ലാമ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്, മനസ്സിലായോ? ജസ്റ്റ് ഓയിൽ ഈക്വൽ തോന്നുന്നു. ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ക്ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ഡൗൺ ആവും, മനസ്സിലായോ? അല്ലെങ്കിൽ സൈലൻസറിന് തട്ടും. ഇപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ക്ലാമ്പ് വേണ്ട, സിമ്പിളാണ്. ഞാൻ വേണ്ടിക്ക് പുറത്തുനിന്നുള്ള വിഷയം കാണിച്ചു. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇതൊക്കെ സിമ്പിൾ പ്രോസസ്സാണ്. ഞാൻ ഈ ശരിക്കും ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്ലാമ്പ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലാമ്പും നെട്ടും ബോൾട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് വെറുതെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പണിക്കൂലി കൊടുക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്ലാമ്പ് ഉണ്ടായാൽ മതി. ക്ലാമ്പ് കണ്ടെത്തുന്ന ഒരു ഷോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഡൂക്കിൻ്റെത് ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ ഒക്കെ എത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല, കാരണം ഞാൻ ചെക്ക് ചെയ്തില്ല. കാരണം ഇത്രയും വീഡിയോയിൽ ഇൻക്ലൂഡ് ആകുമ്പോൾ വീഡിയോക്ക് ലെങ്ത് വരുമോ എന്നറിയില്ല. അത് ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. കാരണം ഈ സിമ്പിൾ പണിയായത്. ഇത് ഇടുന്നൊരു കട്ടിയല്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് പോവാം. ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോയെങ്കിൽ ഒന്നും കരുതരുത്. ഞാൻ ഇത്രയും വീഡിയോൻ്റെ കണ്ടൻറ്റ് ഒന്നിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇതൊക്കെ സിമ്പിൾ പ്രോസസ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാത്തത്. പിന്നെ ഇത് രണ്ടും അണ്ടർവെല്ലിൻ്റെ ഇൻസ്റ്റാളേഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒരു വീഡിയോയിലായിപ്പോയത്. അപ്പോൾ ഒന്ന് കരുതരുത്. ഞാൻ എല്ലാം കൂടി ഒരു വീഡിയോയിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനിയും പറഞ്ഞ് ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ അടുത്ത ഇതിനകത്തേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ KTM ബാക്ക് ടയർ ഹഗർ. അപ്പോൾ ഇത് വെച്ചാൽ കുറച്ച് വലിപ്പം അധികം തന്നെയാണ്. ഞാൻ സ്റ്റിക്കർ ജസ്റ്റ് നമ്മളെ വണ്ടീൻ്റെ നിന്ന് ചെയ്തതാണ്. ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യൂസും അത്രയും നല്ലതാണ്. കാരണം വെച്ചാൽ ഒറ്റ ചളി നമ്മളെ മേത്തെറിയില്ല. ഈ എല്ലാവരും MT വെക്കുന്നവർ വെച്ചാൽ ടെയിൽ ടൈഡ് കട്ട് ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും, ഫുള്ളാളും ഞാൻ പറയുന്നില്ല. ഡെയിലി പർപ്പസും കമ്മ്യൂട്ടിങ് എല്ലായിട്ട് നമ്മളിങ്ങനെ അധികം ആളും യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി പോയി വരാനും വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ടെയിൽ ടൈഡിൽ എന്തായാലും നമുക്കൊരു ചളി തെറിക്കുക, പോലീസ് പിടിക്കുക, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അധികം ആളും കുറേ ആൾ ചെയ്യുന്നില്ല. മൈലേജ് നോക്കിയിട്ട് വണ്ടി എടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ ടെയിൽ ടൈഡ് കട്ട് ചെയ്തവരെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല. സ്റ്റോക്ക് വെച്ചത് കൊണ്ട് മാത്രമല്ല, BS6 മറ്റേ പുതിയ വേരിയൻറ്റ് USD 4 വരുന്ന വേരിയൻറ്റിന് അവർ കുറച്ചുകൂടി വലിയ ഇത് വെച്ചിന്. എന്താ വെച്ചാൽ കുറച്ചും കൂടി വലിയ ഹഗ്ഗർ വെച്ചിന്, കുറച്ച് വലിപ്പം കൂടുതൽ. പക്ഷെ അതും കുറേ ആൾക്ക് കാണാനും ഭംഗിയില്ല എന്ന് വെച്ചാൽ കുറേ ആൾ നമ്മളെ സ്റ്റോക്ക് മറ്റേതിൻ്റെ കവർ മാത്രം, പ്ലാസ്റ്റിക് കവർ മാത്രം യൂസ് ചെയ്തിന്. പിന്നെ കുറേ ആൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഊരി വെച്ചതിന് ശേഷം, നമ്മളെ സ്റ്റോക്ക് ഊരി വെച്ചതിന് ശേഷം ആഫ്റ്റർ മാർക്കറ്റായിട്ട് വരുന്നത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആൾ. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇതിന് ഞാനൊരു പേജ് കണ്ട പ്രൈസ് എന്ന് വെച്ചാൽ 800 റുപ്പീസാണ് അതിനകത്ത് പേജ് കണ്ടത്. പക്ഷെ ഞാൻ വാങ്ങിയത് സെക്കൻഡ്സ് 500 രൂപ താഴെയാണ് വാങ്ങിയത്. സെക്കൻഡ്സ് എന്ന് വെച്ചാൽ ഫ്രഷ് സാധനമായിരുന്നു. അവന് വേണ്ടാത്തതുകൊണ്ട് അവൻ ഒഴിവാക്കിയതാണ്. ഇവിടെ ഒരു ഓക്കേൻ്റെ ടാഗൊക്കെ ഉണ്ട് അതിന് ബാക്കിൽ. ഓക്കേൻ്റെ ടാഗ്, ഓക്കെ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമുള്ള ടാഗ് ഉണ്ടാവും. ടാഗ് മീൻസ് ഒരു സ്റ്റിക്കർ. അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കലും അവൻ യൂസ് ചെയ്തില്ല എന്നതിന് അർത്ഥം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇത് ഇവിടെ കണ്ട ഒരു ഗ്രീൻ കളറിൽ ബ്ലാക്കിൽ ഓക്കെ എന്ന് വെച്ചാൽ സ്റ്റിക്കർ ഉണ്ടായി. ഇതൊക്കെ ചളി തെറിച്ചിട്ട് രണ്ടാമത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് യൂസ് ചെയ്തിട്ടും പോയി. അപ്പോൾ അവനത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അത്രയും കാലം നിന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റായത്. ഈ ചെറിയ കാണുന്ന സ്ക്രാച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്നായതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാര്യം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ ജസ്റ്റ് മനസ്സിലാവുമെങ്കിൽ ഇത് നോക്കിക്കോ, ഇതെങ്ങനെയാണ് അതിൻ്റെ കട്ട് ചെയ്ത് ഞാൻ ആക്കിയതെന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഇത് ഒരു മെറ്റൽ പീസാണ്. ഈ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ മെറ്റൽ പീസിൻ്റെ ബാക്കി കഷ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചെയ്ത് വെച്ചതാണ്. കാരണം ഏതെങ്കിലും കാലത്ത് ഒരു ഉപകാരപ്പെട്ടാലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത് പൊളിച്ചിട്ട് അതിൻ്റെ കട്ടിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഞാൻ കട്ട് ചെയ്തതെന്ന്.
ഇത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കട്ട് ചെയ്ത് വന്നു മെഷീൻ വെച്ചിട്ട് കട്ടർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടുക്കുന്ന കുറേ പീസ് നമ്മളെ കഴിച്ച് നിന്ന് ഗ്രൈൻഡ് ചെയ്ത് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് മെയിനായിട്ടുള്ള കുറച്ച് പീസ് ഞാൻ ഇങ്ങനെ എടുത്തായിരുന്നു ചുമ്മാ. ഇതെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ കണക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്കിലോട്ടേക്ക് കണക്ഷൻ ഉണ്ടാവും ഇതിൻ്റെ, മനസ്സിലായോ? ഈ ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലോട്ട് കണക്ഷൻ താഴോട്ടേക്ക് ഉണ്ടാവും. ഇതിങ്ങനെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവും, മനസ്സിലാവും? നിങ്ങളെ കയ്യിലിപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ പാർട്സ് രണ്ടെണ്ണം ഉണ്ടാവും, ഇവിടെയും താഴോട്ടേക്ക് താഴോട്ടേക്ക്. ഈ ഡൂക്കിന് വന്നാൽ മെയിനായിട്ട് ക്ലാമ്പ് വരുന്നത് വെച്ചാൽ ഒന്ന് ഇവിടെയും കണക്റ്റാവും, പിന്നെ അടിയിലും സിങ്ങാമിലേക്ക് ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതാണിത് ഉണ്ടാവും, ഇങ്ങനൊരു കണക്ഷൻ പോവും. ഈ ബോൾട്ട് കണക്ട് ചെയ്യുന്നത് ഇടുക വെച്ചാൽ ഈ ഹോൾ ഉണ്ടാവും. ഈ ബോൾട്ട് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സിങ്ങാമിലേക്കാണ് KTMൻ്റെ. അപ്പോൾ അവർ 2 കണക്ഷനാണ് അവരതിന് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു കണക്ട് ചെയ്യാനും പിന്നെ ഇത് ഈ മുകളിലോട്ടും താഴോട്ടേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് വെച്ചത്. അതുപോലെ ഇപ്പുറത്തും ഉണ്ട്, ജസ്റ്റ് ഇതുപോലെ ഒരു ക്ലാമ്പ് ഉണ്ടാവും, ഉണ്ടോ ഇതുപോലെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സാധനം രണ്ടും കട്ട് ചെയ്ത് കളയും. ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റേയും കൂടി ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻ കേസ് ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അതിൻ്റെ ശേഷം ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ സൈഡിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ടാവും ഇങ്ങനെ സപ്പോർട്ടീവായിട്ട്. ഇതും കട്ട് ചെയ്ത് കളയും നമ്മൾ, ഇതും കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേ കിട്ടും. ഈ ഹോൾ ഉണ്ടാവില്ല, മനസ്സിലായോ? ഹോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഹോൾ ഉണ്ടാവില്ല, കണ്ടോ? ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ടല്ലോ, ഈ ഹോൾ ഇവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ബാക്കി എല്ലാം എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ഒഴിവാക്കുകയോ ചെയ്യാം. കണ്ടോ? ഇവിടുന്ന് ഒരു കട്ടിങ് പോവും, ഇവിടുത്തെ ഒരു കട്ടിങ് പോവും. പക്ഷേ നമുക്ക് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പുറം അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം, കണ്ടോ? ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷൻ. പക്ഷേ നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഹോൾ അടിച്ചാൽ മതി. 10 ബോൾട്ട് കയറാനുള്ള ഒരു നെട്ടൻ ബോൾട്ട് കയറാനുള്ള ഒരു ഹോൾ അടിച്ചു തരാൻ പറഞ്ഞാൽ എത്തുന്ന അടിച്ചു തരും. ജസ്റ്റ് ഒരു 10-20 രൂപയാവുമല്ലോ, ജസ്റ്റ് ഹോൾ അടിക്കുക, 2 സൈഡിൽ ഹോൾ അടിക്കുക. അതിനുശേഷം നമ്മളത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യും. ഒരു ഓപ്ഷൻ നമുക്ക് ഇതിലുള്ളത്, ഇത് സിമ്പിൾ ഓപ്ഷനാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, മനസ്സിലായില്ലേ? കട്ടിങ്ങിൻ്റെയും പിന്നെ ലെയ്ത് കൊണ്ടുപോയിട്ട് ഹോൾ അടിക്കുന്നതിനെ കൊണ്ട് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇൻ കേസ് നമുക്ക് ഇനിയും കുറച്ചും കൂടി സ്ട്രോങ് ആകണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇത് മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പോയത്. കുറച്ചും കൂടി മെറ്റലിൻ്റെ പോർഷൻ ഉണ്ട്, അതും മിസ്സേക്ക് പോയി. അതൊന്നും ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത പോലത്തെ പീസൊക്കെ ഒരു ഷാർപ്പായിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ പീസിനെ എടുക്കുന്ന ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലൊരു പോർഷൻ കിട്ടും, ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചോദിക്കാം. കമൻറ്റ് ഞാൻ റിപ്ലൈ തരും. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരാനാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും, ഓക്കെ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. നമുക്ക് സ്റ്റോക്കിൽ വരുന്ന ഹോൾ കണ്ട, സ്റ്റോക്ക് വെക്കുന്നത് 4 ഹോളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കണ്ട, ഇവിടെ 4 ഹോള്. അതിൻ്റെ നമുക്ക് ഇത് മാത്രമേ വേണ്ടൂ ആവശ്യം. ഇവിടെ ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ലെങ്ത്ത് വരും ബാക്കോട്ടേക്ക്, മനസ്സിലായല്ലോ? ഇവിടെ ഫിറ്റ് ചെയ്താൽ കാണിച്ചു തരാം. ഇവിടെയാണ് ഫിറ്റ് ചെയ്യുക ഉള്ളിലോട്ടേക്ക്. ഇൻ കേസ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്താൽ കണ്ട ഇതിൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട് ബാക്കിലോട്ടേക്ക്, കണ്ടോ? ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെയാണ്. ഇവിടെ നമുക്ക് സ്റ്റോക്കിൽ ബാക്കിൽ തന്നെ ത്രെഡ് വരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ബോൾട്ട് വേണ്ടിക്ക് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഓവർ ടൈറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം ഒറ്റ ക്ലാമ്പിലല്ലേ സ്റ്റേ കൊടുത്തുള്ളത് ഒറ്റയിനകത്തല്ലേ. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ബോൾട്ട് വെച്ചിട്ട് ബാക്കിൽ ബോൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബോൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലെങ്കിൻ്റെ ബോൾട്ട് കണ്ട, ഇത് കണ്ട, നല്ല TVSൻ്റെ നല്ല ബോൾട്ട് കിട്ടും, സ്ട്രെങ്ത് ഉള്ളത്. അത് വെച്ച് നമുക്കിത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ എനിക്ക് ത്രെഡ് കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്തായാലും TVSൻ്റെ ബോൾട്ട് തന്നെ യൂസ് ചെയ്യുന്നു. ഇത് നെട്ടെന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ അകത്ത് കണക്റ്റായിട്ടുള്ളത് കണ്ടോ, ബാക്കിൽ വെൽഡേറ്റിൽ വെക്കും. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്. അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബോൾട്ട്, ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പുറം ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല ഹാർഡായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഏത് വേണ്ടിക്കൽ പൊസിഷനിൽ നിൽക്കും. കാരണം ഇത്രയും നാളങ്ങനെ യൂസ് ചെയ്തേ ജസ്റ്റ് ഒരു ജർക്കിങ് ഒന്നൊരു ഫീൽ ചെയ്യില്ല നമുക്ക്. ഇൻ കേസ് നമുക്കൊരു കുറച്ചും കൂടി സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം നമുക്ക് വേണ്ടത്ര എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ കണ്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുന്ന് ഒരു പട്ട വെൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഹോളടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കണക്ഷൻ കൊടുക്കാൻ പറ്റും, മനസ്സിലായോ? അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രോങ് ആവും. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആവും. നമ്മളെ ഇത് ജസ്റ്റ് ജർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് നമ്മൾ ഈ ബോൾട്ട് അധികം ടൈറ്റ് അല്ലെങ്കിലും നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റും.
മനസ്സിലല്ലേ? ഈ മൂവ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ക്ലാമ്പ് അടിച്ചാൽ. ഞാനത് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പം പിന്നെ ഫുൾ ടൈം ഇത് യൂസ് ചെയ്യുന്നില്ല. മഴക്കാലത്ത് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പം വെയിലായതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ചിന്തിക്കാത്തത്. ഇൻ കേസ് ഞാനിത് ഫ്യൂച്ചറിൽ ഞാൻ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇത് എത്ര നമുക്ക് സ്ട്രോങ് എന്ന് എപ്പം പറയാൻ പറ്റില്ലല്ലോ. ഈ ബോൾട്ടിൻ്റെ വലത്തല്ലേ നിൽക്കുന്നത്. ടി വി എസിൻ്റെ ബോൾട്ടായിട്ട് സീനില്ല. പക്ഷേ നമ്മളെന്തായാലും ഒരു കരുതൽ പോലെ നമുക്കൊരു ക്ലാമ്പ് അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ ടൈം ചെയ്തില്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് പുറകെ നിന്ന്. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്നെന്ന് വെച്ചാൽ ഭയങ്കര വീതി തോന്നിക്കും. അതിപ്പം സൈഡിൽ നിന്ന് വെച്ചാൽ നമുക്ക് അത്ര ഒരു വൃത്തിയായി തോന്നില്ല. വണ്ടി കുറച്ചുകൂടി സൈസ് വെച്ച പോലെ തോന്നും. കണ്ടോ? ഇതിനെ കൊണ്ടുള്ള അടുത്ത ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി ചളി നമ്മൾ സീലിൽ വരില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനെക്കൊണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ബാക്ക് മഡ് ഫ്ലാപ്പ് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. കാരണം അത്രയും നല്ല യൂസ്ഫുള്ളായത്. കാരണം നിങ്ങൾ കണ്ടോ ഇപ്പം ഇതിൻ്റെ വീതി ഉണ്ടോ, ഏകദേശം നമ്മളെ സ്റ്റോക്കിന് ഏകദേശം ഈ ഒരു ഹൈറ്റ് മാത്രം, ഈ ഒരു ഇതും കൂടി വരുന്നില്ല തോന്നുന്നു. സ്റ്റോക്ക് വരുന്ന മഡ് ഫ്ലാപ്പിന് ബാക്കിലത്തെ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ, ഇത്രയുണ്ട്. ഇതിനുണ്ടോ ഈ ഒരു പോർഷനുണ്ട്, ഈ ഒരു പോർഷനുണ്ട്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ പർപ്പസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായി യൂസ് ചെയ്യാം. ലുക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരുള്ളൂ. പക്ഷേ ലുക്കും അത്ര മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ട് കഴിയുമ്പോൾ നമുക്ക് വണ്ടിക്ക് വലിപ്പം വെച്ചതുപോലെ തോന്നുകയും ചെയ്യും. പിന്നെ ഒരു തുള്ളി ചളി തെറിക്കാതെ നമ്മളെ പർപ്പസ് അങ്ങനത്തെ ആണെങ്കിൽ പിന്നെ നമുക്കിത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പേജിന് ഞാൻ ഇതിന് 800 രൂപ, നേരത്തെ പറഞ്ഞില്ലേ, പേജിന് ഞാൻ 200 രൂപ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ്സ് എടുക്കാൻ കഴിയുമെങ്കിൽ യൂസ് ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാം. റൂമിൽ പോയിട്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ ഇതിനെക്കാട്ടി പ്രൈസ് കുറവായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ആരും കൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പിൻ ചെയ്തിടാം. പ്രൈസ് അറിയുന്നവർ, കറക്റ്റ് പ്രൈസ് അറിയുന്നവർ, മറ്റുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ, നമുക്ക് വാങ്ങാൻ പ്ലാനില്ലവർക്ക്. അപ്പോൾ ഷോറൂമിൽ നിങ്ങൾ ഓർഡർ കൊടുത്താൽ അവർ കൊണ്ടുതരുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. കാരണം കുറേ പേര് ചോദിച്ച കണ്ടൻറ്റായത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് മറ്റുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ട് കരുതിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ മെയിൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.